നമസ്കാരം. ഇന്ന് സങ്കടഹര ചതുർത്ഥിയാണ്. ജീവിതത്തിൽ വന്നു ചേരുന്ന സങ്കടങ്ങളെയും ദുരിതങ്ങളെയും അകറ്റുവാൻ സഹായകരമായ ദിവസം. ഇന്നേ ദിവസം ഗണപതി സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇന്നേ ദിവസം ചെയ്യേണ്ട വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുന്നത് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം ജ്യോതിഷപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന് തന്നെ പറയാം. ഗണപതി സ്വാമിയുടെ കടാക്ഷത്താൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ സങ്കടഹര ചതുർത്ഥി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മ നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അധ്വാനം അല്പം വർദ്ധിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദൗത്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം തടസ്സങ്ങൾ വരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. സാമ്പത്തികപരമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ അയവ് വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കില്ല എന്ന് മാത്രമല്ല, തടസ്സങ്ങളില്ലാതെ, ഒരുവിധം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. മക്കളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കടാക്ഷത്താൽ പഠന കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഉത്കണ്ഠയ്ക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് ഫലം എങ്കിൽ പോലും യാത്രകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അനാവശ്യമായ യാത്രകൾക്കും അതുപോലെ സമയനഷ്ടത്തിനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ശരിയായ രീതിയിലുള്ള യാത്രകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായതിനാൽ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേഹസുഖം വന്നു ചേരുന്ന സമയം, മനസന്തോഷവും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചർച്ചകളിൽ നിങ്ങൾ കൈക്കൊള്ളുന്ന നിലപാടുകൾ വളരെ ശ്രദ്ധേയമായി തീരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എതിരാളികളെ നിഷ്പ്രഭരാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രയോജനകരമാണ് എങ്കിൽ പോലും ചില അവസരങ്ങളിൽ യാത്രകൾ മൂലം അലച്ചിലുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്നതാണ്. അതിനാൽ ആ കാര്യവും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല തടസ്സങ്ങളും ദുരിതങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഈ ദിവസങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രാശിനാഥനായ ചന്ദ്രന് കേതുയോഗം വരികയാൽ താല്പര്യമില്ലാത്ത ചിലർ സ്വാധീനം ചെലുത്തുവാൻ ഇടയുണ്ട്. ആ കാര്യം മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നതും ഭാഗ്യമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. പണവര് പ്രതീക്ഷിച്ച അത്ര തന്നെ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു.
മറ്റൊരു കാര്യം കൂടി മകരം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജന്മരാശിയിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ സന്തോഷാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പലരെയും പല പ്രിയപ്പെട്ടവരെയും കണ്ടുമുട്ടുവാനും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാനും സാധിക്കുന്നതാകുന്നു. എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആലസ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് തീർച്ചയായും നിങ്ങൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാകുന്നു. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അഭിമാനം തോന്നുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന അവസരമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മഗുണം വർദ്ധിക്കുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. സംസാരത്തിൽ അല്പം ദേഷ്യം വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. തീർച്ചയായും ഗണപതി ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ന കാര്യവും അറിയേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്തര നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഉത്തര നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ സാക്ഷാൽ ഗണപതി സ്വാമിയുടെ അനുഗ്രഹത്താൽ അനുകൂലമായ സമയമാണ് ഇത് എന്ന് തന്നെയാകുന്നു. ഉദ്യോഗസ്ഥരാണ് എങ്കിൽ നിങ്ങൾക്ക് ഭേദപ്പെട്ട സമയം തന്നെയാകുന്നു. കൂടാതെ ചുമതലകൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരമാണ് എന്ന് നിസ്സംശയം പറയാം. അധികാരികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രീതി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാകുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വായ്പകൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിൽ കലാശിക്കുന്നതാകുന്നു. ചിലരുടെ ഉപദേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ നിങ്ങൾ ഏതൊരു ഉപദേശവും ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം അത് ഏറ്റെടുക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന തർക്കങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ രോഗികളാണ് എങ്കിൽ അവർക്ക് ആശ്വാസം അല്പം വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരും. പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാകുന്നു. ഉത്തര നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമാണ് സമയം എന്ന് മനസ്സിലാക്കുക. ഈ സമയം ഗണപതി സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ സാക്ഷാൽ ഗണപതി സ്വാമിയുടെ കടാക്ഷത്താൽ വന്ന് ചേരാവുന്നതാണ്. കാര്യതടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടാവുന്നതാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേരുക. അത്തരത്തിൽ താല്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ശുഭകരമായ സൂചനകൾ ലഭിക്കുന്നതാകുന്നു. പൊതുപ്രവർത്തകർ അല്പം ജാഗ്രത പുലർത്തേണ്ട സമയമാകുന്നു. ചതി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. എന്നാൽ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ തടസ്സങ്ങളും ഇത്തരത്തിലുള്ള ദുരിതങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഒഴിവായി കിട്ടുന്ന സമയം കൂടിയാണ് എന്ന് തന്നെ പറയാം. കൈവായ്പകൾ
പലതും കൊടുത്തു തീർക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇനി അഥവാ ധനപരമായ ആവശ്യങ്ങളുണ്ട് എങ്കിൽ അത് നിറവേറ്റുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ധനക്ലേശങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ഈ പരാമർശിച്ചിരിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാണ് എങ്കിൽ പോലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഫലങ്ങളാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.